കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം പുതുക്കിപ്പണിയും 20.5 കോടി രൂപയുടെ നിർമ്മാണ പദ്ധതി തയ്യാറാക്കി 80 വിദ്യാർത്ഥികളെ താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ശോച്യാവസ്ഥയിലുള്ള ഹോസ്റ്റൽ കെട്ടിടം പുതുക്കിപ്പണിയണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ്. മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണതിനെ തുടർന്നാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ വീണ്ടും ചർച്ചയായത്. വിദ്യാർത്ഥികളുടെ നിരന്തരാവശ്യത്തിനൊടുവിൽ വിഷയത്തിന് പരിഹാരമാവുകയാണ്. പുതിയ ഹോസ്റ്റൽ കെട്ടിടം പണിയാൻ തീരുമാനമായതായി മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഹോസ്റ്റലിനെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികൾ ഉയർത്തിയ പ്രശ്നത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിലൊന്ന്, ഇപ്പോൾ പാരാമെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി നിർമ്മിച്ച പുതിയ ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലേക്ക് 80 സ്റ്റുഡൻസിനെ ഇപ്പോൾ മാറ്റാൻ കഴിയും. പുതിയ ഹോസ്റ്റലാണ് അത്. അവിടെ ആകെ ഉണ്ടായിരുന്ന കുറവ് വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും അത് ഇന്നലെ മിനിങ്ങാന്നുമായി ലഭിച്ചു. അടിയന്തരമായി ആ ഹോസ്റ്റലിലേക്ക് കൃത്യമായി 80 പേരെ മാറ്റും. 20.5 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി നൽകി. ഭരണാനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ദുർബലമായ കെട്ടിടത്തിൽ നിന്ന് 80 വിദ്യാർത്ഥികളെ താൽക്കാലികമായി പാരാമെഡിക്കൽ ഹോസ്റ്റലിലേക്ക് മാറ്റിപ്പാർപ്പിക്കും. 270 വിദ്യാർത്ഥികളാണ് നിലവിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. 56 മുറികളുള്ള ഹോസ്റ്റൽ കെട്ടിടം പൂർണ്ണമായും അപകടാവസ്ഥയിലല്ലെന്നും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള ഭാഗങ്ങളിൽ പണി പുരോഗമിക്കുകയാണെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. ന്യൂസ് മലയാളം, കോട്ടയം.